ഇതാ അച്ചമ്മയ്ക്ക് തണുപ്പില്ലാത്തത് ഇതമ്മ എടുത്തു വെച്ചോ. ആ കുഞ്ഞുണ്ണിച്ച തണുപ്പുള്ളതാ വേണ്ട തണുപ്പില്ലാത്ത വേണ്ട ഇതെടുത്താ മതി. ഇതാട്ടോ അതിലൊഴിക്കണോ? എടാ ഇതാ വലിയ ഗ്ലാസ്സേ, ഇതില് മതിയോ? അല്ലേ വലിയ ഗ്ലാസ്സിൽ പോരെ? ആ എന്നാ സ്പൂൺ അമ്മ എടുത്തു കേട്ടോ. ഓ ഇതാ സ്പൂണാ വേണ്ട. ആ തരാം. എടുക്കുമ്പോ പുറത്തേക്ക് പോകണ്ടേ. ഇന്ന് നമ്മളൊരു എന്താ തീറ്റ മത്സരമാണ് കേട്ടോ. തീറ്റ മത്സരമല്ല, നമ്മള് വെള്ളം കുടി മത്സരം നടത്താന്ന് വിചാരിച്ചാണ്. ചില ദിവസം തീരെ വയ്യാതെ തോന്നുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവില്ലേ? മടി മാത്രമല്ല കേട്ടോ, ചൂട് കാരണം അടുപ്പിന്റെ അവിടെ ഇരിക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു തണ്ണിമത്തൻ തീറ്റ മത്സരമാണ് കേട്ടോ ചെയ്യുന്നത്. തീറ്റ മത്സരം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? കുറേ നേരമായി ഇത് ഇപ്പൊ കിട്ടും പറഞ്ഞിട്ട് അച്ഛനും കിച്ചും ഒക്കെ ഇരിക്കണു, കുഞ്ഞുണ്ണിയൊക്കെ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് മധുരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇനിയിപ്പോ എത്ര മധുരം ഉണ്ടാവുന്നൊന്നും അറിയില്ല. തണ്ണിമത്തൻ കഴുകിയിട്ടാണ് കേട്ടോ മുറിക്കണത്. എന്താ കുഞ്ഞുണ്ണിക്ക് വേണ്ടേ? കുഞ്ഞുണ്ണിയെ മധുരം ഉണ്ടോന്നോ? വേണ്ട. എന്താ കിട്ടില്ലേ? ഓ വീഡിയോ എടുത്താ ഞാൻ വന്നിരുന്ന് ശരിയാക്കി തരാം. വേണ്ട വേണ്ട, കിട്ടില്ലെങ്കിൽ ശരിയാക്കി തരാം. എന്താന്നറിയോ നമ്മള് കുക്കിങ്ങിന്റെ വീഡിയോ ഇടാത്തത്? കുക്കിങ്ങിന്റെ വീഡിയോ ഇടുമ്പോഴേ ചുട്ടിട്ട് അവിടെ നിൽക്കാനേ പറ്റണില്ല. പിന്നെ വീഡിയോ എടുക്കുമ്പോ വൈകുന്നേരം ആവട്ടോ. പിന്നെ അത് മാത്രല്ല, വൈകുന്നേരം ആയാലും അടുപ്പിനും വെയിലിനും അല്ല, അടുപ്പിനും കാലാവസ്ഥക്കൊന്നും തണുപ്പ് കിട്ടില്ലല്ലോ, ചൂട് തന്നെയല്ലേ. ചൂട് കണ്ണൊക്കെ പോയി. അപ്പൊ നമുക്ക് മൊത്തത്തില് കണ്ണൊക്കെ കടകിയ. അത് ഒരു ആ ചട്ടിയല്ല, എല്ലാം ചൂടാവും. വെയിലത്ത് വെച്ച് ചട്ടിയല്ല, നീയും ചൂടാവും പോയി കഴിഞ്ഞാൽ. പിന്നെ കോങ്ങാട് പോയി, ഉമ്മനഴി പോയി, അവിടെയൊക്കെ പോയി വന്നപ്പോഴേക്കില്ലേ തലവേദന എടുക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ അല്ലേ 4 കൈ കൊണ്ട് തൊഴുകണം. നമ്മൾ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോഴേക്കന്നെ പേടിയാവണു. പാലക്കാടൊക്കെ വിൽക്കാൻ വെച്ച കാടമുട്ട വിരിഞ്ഞിറങ്ങും. കാടമുട്ട വിരിഞ്ഞിറക്കുക. ആരാ പറഞ്ഞു? അപ്പൊ പേപ്പറിലും വാർത്തയിലൊന്നും കണ്ടില്ലേ? അത്രയ്ക്കേ ചൂടുള്ളൂ. അപ്പൊ പിന്നെ നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ മാറ്റിയേക്കുന്നതിൽ വലിയ അതിശയൊന്നുമില്ല. നമ്മള് വേറെ നിവൃത്തിയില്ലാത്തോണ്ടൊക്കെ മാറ്റിയേക്കണാണ് കേട്ടോ. ശരിയാ. അമ്മോ ചൂടാണെന്ന് പറഞ്ഞിട്ട് നമ്മള് ഭക്ഷണം വെക്കും കഴിക്കുന്നില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ, അത്ര സമയമല്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഒരു 1/4-3/4 മണിക്കൂറിനുള്ള കാര്യങ്ങളൊക്കെ. വീഡിയോ എടുക്കുമ്പോ കുറച്ച് സമയം വേണ്ടേ? വീഡിയോ എടുക്കുമ്പോ ഒരു 1-1.5 മണിക്കൂർ നേരം അടുപ്പിന്റെ 4 പുറം നിൽക്കന്നെ വേണം. സത്യം പറയച്ചല്ലേ, അടുത്ത വീട്ടുകാരോട് വെച്ചേ ഇന്ന് ചക്ക ഇടുക, നമുക്ക് ചക്ക കൂട്ടാൻ വെക്കാന് പറഞ്ഞേ. ചക്കാന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ചാടി വീഴുന്നതാണ്. ചക്കാനോ ഇവിടെ ഇപ്പൊ ചക്ക പറഞ്ഞു. എന്താ ഈ ചൂടൊക്കെ ഒന്ന് കമ്മിയാവട്ടെ, മഴ പെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ചക്ക ആർക്കും വേണ്ടി വരും. ചൂടില് ചക്കയും കോഴിയൊക്കെ തിന്നു കഴിഞ്ഞല്ലേ നല്ല രസമായിരിക്കും. എന്തേട്ടാ ചക്കയും കോഴി എന്ന് പറയുമ്പോഴേ പറയാണ് 167 ഉറുപ്പിയാണ് 1 കിലോ കോഴിക്ക്. ആൾക്കാർ കോഴി വാങ്ങാണ്ട. ആ കോഴി പോലെയല്ല, നാടൻ കോഴി തിന്നോക്കിയേക്ക്. ശരി, അത് കോഴി എന്ന് പറയാൻ പറ്റില്ല. നാടൻ കോഴി തിന്നു കഴിഞ്ഞാൽ അറിയാം ചൂടെന്താന്നുള്ളത്. അപ്പൊ മേത്തക്കൂടെ ഒക്കെ ചൂടൂര് പൊട്ടിയിട്ടില്ലേ? അനിയന്റെയൊക്കെ മേല് കാണണം. ശരിക്കുള്ള സുഖം എന്താന്ന് അറിയണമെങ്കിൽ ഒറ്റ നാടൻ കോഴിയോട് തിന്നാ മതി. ഓ ഡിസൈന് നല്ല ഡിസൈൻ ആയാൽ മതി. ഇതാട്ടോ അമ്മൂന്റെ അണ്ടിപ്പെട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണേ. അതുകൊണ്ടൊരു ബലം വന്നില്ലേ അതിന്. ഇപ്പൊ തിന്നാൻ നല്ല രസമല്ലേ ശരിക്കും. കടലമുട്ടായാലും കടലമുട്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നോളാം. ഞാൻ 2 തിന്നല്ലോ. ഞാൻ 1 തിന്നുള്ളൂ. അപ്പൊ തിന്നോളൂ, അപ്പൊ വേണ്ട. 1 തിന്നിട്ട് ഞാൻ അമ്മു ഐസ് മലയിൽ പോയ പോലെ. അതിന് ഇന്നലെ ഇല്ലേ, ഇന്നലെ വൈകുന്നേരത്തെ ഒരു കട്ട വെച്ചതാണ്. വെള്ളം ചിലപ്പോ വെള്ളം വെക്കാൻ കുട്ടികൾ മറക്കൂട്ടോ. അപ്പോൾ
തണുത്ത വെള്ളം എല്ലാവർക്കും വേണം. ഇതിങ്ങനെ ഓരോ പൊട്ടിച്ചിടാലോ വിചാരിച്ചിട്ട്. കുറച്ച് ഫീസല്ലായിരുന്നു കട്ടായിട്ട് ഉച്ചക്ക് ഇത് എടുത്തിട്ട് പുറത്ത് വെച്ചപ്പോ അല്ലേ മുട്ടി പടക്കം വിടുന്ന പോലെ ടേ സൗണ്ട്. മീനൊന്നല്ല കാരണം അത് വലിയ മാമന്റെ കടയിലേ ആലിപ്പഴം പുതുമഴ പെയ്യുന്ന സമയത്ത് ആലിപ്പഴം വീഴും. എന്താ ഇപ്പൊ പിന്നെ ആലിപ്പഴ ഐസ് പോലെയല്ലേ അമ്മ വരിക. അപ്പൊ കണ്ണ് എന്ത് പഴം ഈ കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലം ഉണ്ടായില്ലേ ആലിപ്പഴം. എന്താ മഴ പെയ്യുമ്പോഴേ കല്ല് വീഴുന്ന പോലെ തോന്നുന്നുണ്ടോ? ഫസ്റ്റത്തെ മഴയ്ക്ക് നിങ്ങൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. കല്ല് വീഴല്ലടാ, അത് ആലിപ്പഴം വീഴുക. പിന്നെന്താ വരി അമ്മയ്ക്ക് തണുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചോറിനാണ് കേട്ടോ. എനിക്കിത് മാത്രം പോരാ. അപ്പൊ ചോറ് തിന്നണം ചായ കുടിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലച്ചോ നമ്മളിത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചായ കുടി ചോറിനല്ലോ. എനിക്ക് എന്താ ചോറിനണം. നമുക്ക് പലഹാരം എന്തെങ്കിലും വേണ്ടില്ല, ചോറില്ലാതൊരു. ഞങ്ങളുടെ അവിടെ നേർച്ച സമയത്തൊക്കെ പോയല്ലേ ഇത് ഇഷ്ടം പോലെ കിട്ടും. ആലിപ്പഴം കിട്ടും. നേർച്ചയ്ക്ക് ആലിപ്പഴമാണ് കിട്ടുക. ആ തോർത്തുകൂട്ട് എടുക്കുമ്പോ ഇവിടെ തുടക്കട്ടെ. എന്താ ഇനിയേട്ട കാട്ടിയത്? ഇതൊന്ന് റെഡിയാക്കട്ടെ എന്നിട്ടല്ലേ അത് വൃത്തിയാക്കിയതിനു ശേഷമാണ്. കളർ പൊടി ഇട്ട പോലെ ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞുണ്ണിക്ക് എന്ത് ഇഷ്ടാന്നറിയോ തണ്ണിമത്തൻ. എന്റെ കുഞ്ഞുണ്ണി ഇന്ന് ചോറുണ്ണില്ല എന്റെ കുട്ടി. മതി കേട്ടോ, ഒരുപാട് മധുരം വേണ്ട. ഒരുപാട് മധുരം അതില് മധുരം ഉണ്ടേ. ഇത്ര സാധനം ഇളക്കണ്ടാന്നോ? പിന്നെ ഇളക്കാണ്ട് എങ്ങനെ? കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതിലും. മതി മതി, ഒരുപാട് വേണ്ട. ഇനി നല്ല ഇളക്കി കൊടുക്കട്ടെ. അപ്പൊ തുടങ്ങാലേ? കുഞ്ഞുണ്ണിക്ക് കൊടുക്കും. കുഞ്ഞുണ്ണിക്ക് കുഞ്ഞുണ്ണി എടുത്തോ അച്ചുട്ടിയെ. അച്ചുട്ടിക്ക് കുടിക്കല്ലേ? സ്പൂണും കൊണ്ടൊക്കെയാണ് കുടിക്കുന്നത്. ഇത് വേഗം കുടിക്കുന്ന മത്സരമാണ്, മെല്ലെ കുടിക്കുന്ന മത്സരമല്ല. അപ്പൊ കുടിച്ചു വെക്കാണ്. എത്ര ആള് എങ്ങനെയൊക്കെ കുടിക്കുന്ന നോക്കി വെക്കാം. ഇനി ഊണ് കഴിക്കാനുള്ളതാണ് മെയിൻ പ്രശ്നം. അതാണ് അമ്മയ്ക്ക് കുടിക്കാൻ പറ്റില്ല. അമ്മ അതെ ചോറിനുണ്ട നേരത്താണ് ഇപ്പൊ ഇത് കഴിക്കുന്നത്. പിന്നെ അമ്മ ഇതിൽ പഞ്ചാര ഇടുകൊണ്ട് ഇപ്പൊ കഴിക്കില്ല. അമ്മയ്ക്കുള്ള നേരത്തെ കൊടുത്തു, അതാണ് അമ്മ കുടിക്കാത്തത്. കുഞ്ഞുണ്ണിയുടെ കുടിക്കല്ലേ? ഇതിലെ കുരുവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. കുഞ്ഞുണ്ണി നല്ല മത്സരമാണല്ലോ. പോക്കണം വേഗം കഴിക്ക്. കുതിര കഴിക്കുന്ന സാധനം നമ്മൾ കുടിക്കണ. കുതിര മതിയോ? ആയിരുന്നറിഞ്ഞോ? കുടിക്കും. ഫസ്റ്റ് കിട്ടണ്ടേ? അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലാസ്. മതിയേനി ചോട്ടോ.
കുഞ്ഞുണ്ണി ക്ഷീണിച്ചോട്ടോ. അവരുടെ 2ാമത്തെ ക്ലാസ്. ഞാനിപ്പോ 2 കേട്ടോ. ഇപ്പൊ 2. എല്ലാരും 2 കേട്ടോ. അച്ചോ ചാലഞ്ചല്ലേ. ക്ലാസ്സിൽ മുഴുവൻ കഴിക്കണം കേട്ടോ. കുഞ്ഞുണ്ണി അതാ ക്ഷീണിച്ച് കിടക്കണം. പിന്നെ എടുക്കുമ്പോ വെള്ളം മാത്രം എടുക്കരുത്, തണ്ണിമത്തനും പെടണം കേട്ടോ. ഇതിനെന്തിനാ കുരു എടുത്തിട്ട് ഞാൻ തന്നെ എനിക്ക് കുരു കടിക്കുമ്പോ എന്തോ ചെയ്. നിങ്ങളൊക്കെ 3 എത്തി. അച്ചുട്ടി 3ാമത്തെ. എനിക്ക് കുരു കാണുമ്പോ എന്തോ പോലെ. എനിക്ക് പൊതുവെ എന്താ ഞാനത് വിചാരിച്ചിട്ട് എന്താ ഫസ്റ്റ് പറഞ്ഞറിയോ, നാരങ്ങ വെള്ളം കുടിക്കണ വീഡിയോ എടുത്താൽ മതിയെന്ന്. രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ചിരിക്കണ്? അച്ഛമ്മേനെ വിളിച്ചാൽ മതി. അച്ഛമ്മ ഒന്ന് ഉറങ്ങുമ്പോ അച്ഛമ്മ വിളിച്ചാൽ മതി. ഞാൻ 3ആയിട്ടുള്ളമ്മോ. വയറ് നിറഞ്ഞ് ചോറിനാൻ പറ്റില്ല. അമ്മയ്ക്ക് മതിയായോ? കണ്ട് മതിയായി. എനിക്കിത് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. തണ്ണിമത്തനാവുകൊണ്ട് മാത്രം കുടിക്കുന്നു. അച്ചോ നീ 4. അപ്പൊ ഞാൻ 5 ആയില്ലേ? 5 ക്ലാസ്സായി. 5. അപ്പൊ ഇതിന് ചോറില്ല കേട്ടോ. 6. എനിക്ക് മതി. ഞാൻ 3ാമത്തെ. അറിയോ? 3ാമത്തെ. കുടിക്കും. വയർ നിറഞ്ഞേ. നീ ചോറിനെ പറ്റില്ല കേട്ടോ. മൊത്തം കുടിക്കട്ടെ. ഇത് മൊത്തം ഒഴിഞ്ഞോ? നിർത്തിയോ? ഞാൻ ഞാവകത്തെ തണുത്തോളായിട്ട്. കുടിക്കട്ടാ, ജയിക്കട്ടാ. വിന്നറാവും. ഞാൻ 30. അതോടെ ഒക്കെ പാടെ കുടിക്കും. ഒറ്റ വായിക്കുന്നില്ല.
എന്താ കിച്ചിട്ട് നേരത്തെ പോയി? പാലക്കാട് ഒരു തീറ്റ മത്സരം വെച്ചിരുന്നു പറഞ്ഞ പോലെ അനിയേട്ടനൊരു തണ്ണിമത്തൻ ജ്യൂസ് മത്സരം വെച്ചിരുന്നു. ആര്? അച്ഛല്ലേ? ആ അച്ഛമ്മ നോക്കി കൊടുക്ക. എന്താ ഒരു ദിവസല്ലേ ദോശ ഇറച്ചിയും കഴിക്കണ വീഡിയോ വെക്കണം. എന്നാ അനിയേട്ട കഴിക്കണത് കണ്ടിട്ട് നിങ്ങൾ അന്തം വിടും. എന്താ അത് അച്ഛൻ തടിയില്ലാത്ത കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാ. ഞാൻ തടിയുള്ളത് കൊണ്ട് എന്താ കുറച്ച് കഴിച്ചാലും പറയും അയ്യോ പ്രസി തോനെ കഴിക്കാന്ന് പറയും. ഏട്ടാ 10 ആക്കേട്ടാ, 10 ആക്കേട്ടാ, 10 ആക്കേട്ടാ. കേറേട്ടാ കേറും കഴിക്ക. കഴിക്കട്ടാ. താഴട്ടാ സ്നേഹത്തോടെ ഒരു ഉരുള മോര് കൂട്ടിയിട്ട് ചോറ് രസം കൂട്ടിയിട്ട് അനന്തഭദ്രത്തിൽ പറയണ കാവ്യവാദം പറയണ ഏട്ടാ കുറച്ച് മധുരായിട്ട്, കുറച്ച് മധുരായിട്ട്. ഏട്ടെന്നാട്ടാ 7 ഗ്ലാസ്. ഞാൻ കിച്ചോട്ട് ഒരു 10 അടിക്കുന്ന വിചാരിച്ചേ. അപ്പോഴേക്ക് എന്ത് തളർന്ന? നീ എന്താ കഴിച്ചു? ചോറുണ്ടായിരുന്ന? അതന്നെ പറ്റിയത്. ഞാൻ ഉച്ചക്ക് കുറച്ച് ചോറിട്ടാ കഴിച്ചുള്ളൂ. അമ്മൂട്ടി വാ, അമ്മൂട്ടി എത്ര ഗ്ലാസ് കുടിക്കാൻ നോക്കുന്നു ഏട്ടാ? നോക്ക്. വേണം 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 ഏട്ടാ. എന്താ ബാക്കിയുണ്ട് പറ. പിന്നെ വേണം 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 വാ. അച്ഛെടുക്കവാ. ഏട്ടാ രണ്ടുപേര് പാട്ട് പാടുന്നു നിങ്ങൾ ജയിച്ച സന്തോഷത്തിന്. ശ്വാസം കിട്ടാണ്ട് നിൽക്കുമ്പോഴല്ലേ പാട്ട് പാടുന്നത്. എന്തായി അടുത്ത ക്ലാസ്? ഒഴി ഏട്ടാ പാട്ട് പാടേട്ടാ രണ്ടുപേരി. ഒഴുക്കി 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 ഏട്ടാ പെരിയോനെ പാട്. ഇന്ന് ഒരു പാട്ടും പറ്റില്ല, ശ്വാസം കിട്ടാണ്ടായി. അമ്മൂട്ടി പാടുപടി പെരിയോനെ. 7 ഗ്ലാസ്സാണ്. കിച്ചൂട്ടൻ പാടുടാ. എന്നത് പാടിക്കാ. നേരെ ഇരിക്കും. അങ്ങനെയല്ലേ ഇരിക്കുക, നേരെ ഇരിക്കും. 7 ഗ്ലാസ് കുടിച്ചിട്ട് പാട്ട് പാടണം പറഞ്ഞാലോ? പാട്. കിച്ചു താഴെ കാല് നേരെ വെക്ക്. കാലിൽ അങ്ങനെ വെക്കാൻ പാടില്ല. പെരിയോനെ അത് പാട്. പെരിയോനെ ആദ്യത്തെ ഒരു പെരിയോനെ റഹ്മാനെ അത് പാട്. ഇങ്ങനെയാണ് പാട്ട് പാട്. എന്ത് പാട്ടത്? എന്ത് പാട്ടത്? പാട്. ഇത്ര ഭയങ്കര സീരിയസ് ആയിട്ടൊരു പാട്ട് നീ കോമഡി പാട്ട് പോലെ പാടുന്നു. അവന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ മൈക്കേ കൂടിയിട്ടേ. ഇവിടെ വാ. വേഗം കുടിക്ക് വേഗം. പാട്ടിലൊന്നും കാര്യമില്ല. ഇവിടെ മത്സരം വേറെ ഭാഗത്താണ്. അമ്മുവിന്റെ ശ്രദ്ധ അമ്പലത്തേക്ക് വരുന്നതിനാണ്. ശനവനം ഉരുളുമറിയാദാശ തരും പറവയായി ചിറകുമേകി തിരകവാണി നീയൻ തൂവലും തൊടും തടരുമതിനി ചന്ദ്രമായി ഒരേ നവകിരണമേ. അമ്മുവിന്റെ എത്രാമത്തെ? ആരെ? അപ്പൊ ഒന്നുകൂടി അടിച്ചു കഴിഞ്ഞാൽ കിച്ചുവിന് ജയിക്കുന്നുണ്ട് കേട്ടോ. 6 അടിച്ചു കഴിഞ്ഞാൽ കിച്ചുവിന് ജയിച്ചു. കുഞ്ഞുണ്ണി ഉണ്ടല്ലേ? എത്ര? 4. സ്വാന്തനങ്ങൾ നൽകണേ പ്രിയനേ പ്രിയനേ എന്നുണ്ണികൾ തരണേ തരണേ. തെറ്റിപ്പോയാലും നന്നായി കേട്ടോ. വരി തെറ്റിയെന്നുള്ളല്ല, പാട്ട് നന്നാവുക എന്നുള്ളതാണ് മെയിൻ. ഇനി അമ്മ പാടിക്കോളും. അമ്മ പാടിക്കോളും. ബാക്കിയുള്ളവർ പാടിക്കാൻ മാത്രം മെനക്കെട്ട പോലല്ല. അവരാർക്ക് 2 വരി പാടുകയൊക്കെ ചെയ്യാലോ. എന്താ കുഞ്ഞുണ്ണി അല്ലേ? അങ്ങനെ ചെയ്യണ്ടേ? അമ്മ പാട്ട് പാടുപടി.
ആര് അമ്മയല്ലേ ആന്ന് കുഞ്ഞുണ്ണി 2 ഗ്ലാസ് കുഞ്ഞുണ്ണി ലോത്തെ 2 ഗ്ലാസ് അല്ലേ ആ കുഞ്ഞുണ്ണി 2 ഗ്ലാസ് ഞാൻ 7 ഗ്ലാസ് അപ്പൊ പിന്നെ ഏട്ടന്റെ ഞാൻ ഗിഫ്റ്റ് ജയിച്ചു അല്ലേ വെള്ളം കൂടി മത്സരം. ലച്ചോ എന്താ മോ മപ്പായോ എന്താ ഇവിടുത്തെ കോലം നോക്കി നോക്ക്. അപ്പൊ ഇതിനൊക്കെ വൃത്തിയാക്കിക്കോണി. ഏ അതില് ബാക്കി അമ്മു അതില് ബാക്കി കുഞ്ഞച്ചിന് കൊടുത്ത് അല്ല ഇതിന് ഫ്രിഡ്ജിൽ എന്തായാലും വെക്കണ്ട കേട്ടോ. ഫ്രിഡ്ജില് സതിയേട്ടിന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തണുക്കണത്രേ. ഇല്ല എന്നാ പറയും. എന്തായാലും എല്ലാവരും വെള്ളം കുടിച്ചിട്ടില്ലേ ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെ കുഞ്ഞുണ്ണി. അനങ്ങാൻ വയ്യ ആർക്കും. അടിയിട്ടാക്കാൻ പോയാലും കൂടി ഇത്ര ക്ഷീണില്ല ആലോചിച്ചോ. അപ്പൊ എന്താ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണ് വെച്ചാ ഒന്ന് കമന്റിൽ കൂടെ പറയണം കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.